വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കരൂർ ദുരന്തത്തിൽ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. റിട്ടയർഡ് ജസ്റ്റിസ് അരുണ ജഗദീശൻ ഇന്ന് കരൂരിലെത്തും. ഉച്ചയ്ക്ക് ശേഷം കരൂരിൽ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുകയും ചെയ്യും. ഇപ്പോൾ തമിഴ്നാട് കോൺഗ്രസ് പ്രസിഡന്റ് അപകട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം. അഷ്കർ അലി കരിമ്പ, അന്വേഷണം ആരംഭിക്കുകയാണല്ലേ? വ്യത്യസ്ത തലങ്ങളിലുള്ള അന്വേഷണം ഒരേ സമയം ആരംഭിക്കുന്നു എന്ന് പറയേണ്ടി വരും. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് തമിഴ്നാട് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ ഇവിടെ അപകട സ്ഥലം സന്ദർശിക്കുന്ന ഒരു കാഴ്ചയാണ്. പോലീസ് അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. അതേസമയം തന്നെ ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ്റെ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ്റെ അന്വേഷണം ഈ ഘട്ടത്തിൽ ആരംഭിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഔദ്യോഗികമായി ഇന്ന് അപകടം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇത്തരത്തിലൊരു ജുഡീഷ്യൽ കമ്മീഷൻ, ഒരു ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നത്. ജസ്റ്റിസ് അരുണ ജഗദീശൻ, വിരമിച്ച മുൻ ജഡ്ജി കൂടിയായിട്ടുള്ള ജസ്റ്റിസ് അരുണ ജഗദീഷനാണ് ഈ അന്വേഷണ ചുമതല. അവരാണ് ഇന്ന് തന്നെ കരൂരിലെത്തുകയും ഉച്ചയ്ക്ക് ശേഷം ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും ചെയ്യുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇന്ന് തന്നെ അന്വേഷണം ആരംഭിച്ച് അതിവേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷണ കമ്മീഷൻ നീക്കം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സാക്ഷി മൊഴികളടക്കം രേഖപ്പെടുത്തി പരമാവധി ആളുകളെ നേരിൽ കണ്ട് അതിവേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമിടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിയന്തരമായി തന്നെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെ ആദ്യ പടിയെന്നോണം അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം, അല്ലെങ്കിൽ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ ആ ജുഡീഷ്യൽ കമ്മീഷൻ സംഭവ സ്ഥലം നേരിട്ട് സന്ദർശിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കരൂരിലെ ഈ അപകട സ്ഥലത്തെത്തി അവർ ഈ ജുഡീഷ്യൽ അംഗം കൂടിയായിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷണറായിട്ടുള്ള അരുണ ജഗദീശൻ ഈ സ്ഥലം സന്ദർശിക്കാൻ പോകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുജിയ. ഓക്കെ, അഷ്കർ അലി കരിമ്പയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.